കോഴിക്കോട് കോടഞ്ചേരിയിൽ 8 മാസം ഗർഭിണിയായ യുവതിക്ക് നേരെ പങ്കാളിയുടെ ക്രൂരമായ ആക്രമണം. ലഹരിക്കടിമയായ യുവാവ് യുവതിയെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളിച്ചു. സംഭവത്തിൽ പെരുവില്ലി സ്വദേശി ഷാഹിദ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാലിനും കൈക്കും പൊള്ളലേറ്റ യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ദീപക് മലയമ ചേരുന്നു. ദീപക്, ഗർഭിണിക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അവരുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ ആക്രമണം നടത്തിയ ആളെ പോലീസ് എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്? റോഷ്നി, 8 മാസം ഗർഭിണിയായ സ്ത്രീക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അവരുടെ കൈക്കും ഒപ്പം തന്നെ കാലുകൾക്കുമാണ് ഈ അയൺ ബോക്സ് ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 3 ദിവസമായി വീട്ടിൽ ഇയാൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു കാര്യവും കൂടി ആ സ്ത്രീ പറയുന്നുണ്ട്. അവർ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയും നാട്ടുകാരിടപെട്ട് അവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. ഈ സ്ത്രീ എന്ന് പറയുന്നത് അവർ കൊണ്ടോട്ടി സ്വദേശിനിയാണ്. നേരത്തെ തന്നെ പങ്കാളിയായിട്ടുള്ള പെരുവിലി സ്വദേശിയായിട്ടുള്ള ഷാഹിദ് റഹ്മാനൊപ്പം ജീവിച്ചു വരികയായിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഈ ഷാഹിദ് റഹ്മാൻ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാട്ടുകാരുൾപ്പെടെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ കോടഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണമെന്ന് പറയുന്നത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഷാഹിദ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെയോടുകൂടി അയാളെ വിട്ടയക്കുകയും ചെയ്തു. അല്ലാതെ വീട്ടിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളോ അല്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങളോ പോലീസിന് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ മാനസികവും ശാരീരികവുമായുള്ള പീഡനത്തിന് തന്നെ വിധേയമാക്കുന്നു എന്നുള്ളതാണ്. വീട്ടിൽ ഇയാളുടെ മാതാവിന് പോലും അത്തരത്തിൽ ഇയാളെ ഭയപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ആശുപത്രിയിലേക്ക് എത്തിയ അതിന് ഇൻറ്റിമേഷൻ പോലീസിലേക്ക് പോയി കഴിഞ്ഞാൽ പരാതിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിയിലേക്കും പോലീസ് കടക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അയാളെ പിടികൂടാനുള്ള നടപടിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യനില അത്ര കണ്ട് ഗുരുതരമല്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ 8 മാസം ഗർഭിണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വിദഗ്ധ ചികിത്സ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്.